ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെത്യാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പക്ഷേ ഈ ഉപ്പുമാവ് നമ്മൾ ചെയ്യുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. അതെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ഉപ്പുമാവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൊട്ടറ്റോയുടെ പകുതി, ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു മുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മുളക് പൊടി അല്ലാതെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ഒരു മുളകേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു മുട്ട, കുറച്ച് കറിവേപ്പില. പിന്നെ നമുക്ക് പൊടികൾ ആവശ്യമുണ്ട്. അത് ഏതൊക്കെ പൊടികളാണെന്ന് നമുക്ക് ചെയ്തു വരുമ്പോൾ പറയാം. ആദ്യം നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ പാനിലിട്ടിട്ടാണ് ടോസ്റ്റ് ചെയ്യുന്നത്. ടോസ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് നെയ്യും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം നമുക്ക് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ബ്രെഡ് നന്നായി ഒന്ന് ടോസ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഇപ്പോൾ ബ്രെഡ് നന്നായി ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആദ്യം മുട്ടയൊന്ന് ചിക്കി എടുക്കണം കേട്ടോ, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ട. അപ്പോൾ മുട്ട ഓപ്ഷണലാണ്. നമുക്ക് വെജിറ്റേറിയൻസിനൊക്കെ ആണെങ്കിൽ മുട്ട ഇല്ലാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. പക്ഷേ മുട്ട കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു സ്വാദ് കിട്ടും നമ്മളുടെ ഉപ്പുമാവിന്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് ചിക്കി എടുക്കാം. ആദ്യം നമ്മൾ ഈ ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്യില്ലേ, അതുകൂട്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ. ബ്രെഡാണെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അത് ചെയ്ത് വരുമ്പോൾ. ഇപ്പോൾ മുട്ട നന്നായി ചിക്കിയെടുത്തിട്ടുണ്ട്. മുട്ട ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്ക് ഈ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ 1 സ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് 1/4 സ്പൂൺ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, അത് ചേർത്ത് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജീരകം ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സവാളയും ഒരുപാടങ്ങ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നിറം മാറാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ കുറച്ച് വേവ് കൂടിയതായതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ്, ഇത് മതിയാവും കേട്ടോ, ഇത് കുക്കായി വരാനായിട്ട് 10 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ, പിന്നെ നമുക്ക് നോക്കിയിട്ട് ബാക്കി ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒരുപാട് തീ ആവേണ്ട. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. വെജിറ്റബിൾസ് കുക്കാവുന്ന ടൈം കൊണ്ട് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മളിതിൽ ബ്രെഡ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ചേർക്കുന്നത്, അല്ലാതെ ബ്രെഡ് ക്രംസ് ആയിട്ടല്ല ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു കത്തി വെച്ചിട്ട്. ഇപ്പോൾ കുറച്ച് വലിയ പീസ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി വലിയതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ നന്നായി ടോസ്റ്റ് ആയാലും നമുക്ക് ഇതുപോലെ നല്ല കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ വെജിറ്റബിൾസൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും കുക്കായിട്ടുണ്ടോ ഇല്ലേന്ന്. 10 മിനിറ്റ് തന്നെ ധാരാളമാണ് ഈ ക്യാരറ്റും പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് കുക്കായി വരാൻ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളി കൂടി ഒന്ന് കുക്കായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് മതിയാകും തക്കാളി കുക്കായി വരാനേ. ഇപ്പോൾ തക്കാളി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ എരിവുള്ള മുളകാണെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 സ്പൂൺ വെള്ളമാണ് ചേർത്തത്. അപ്പോൾ ഒരുപാട് വെള്ളം ആവണ്ട. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഈ ടൈമിൽ ഉപ്പ് വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, ചിക്കി വെച്ചേക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയിലൊക്കെ മസാല നന്നായി പിടിക്കുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ എല്ലാ വശത്തും നമ്മളുടെ മസാലയൊക്കെ പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഉപ്പുമാവാണ് ബ്രെഡ് ഉപ്പുമാ. നമ്മുടെ ബ്രെഡ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.